പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇതല്ലാതെ ഒരു പുരോഹിതൻ എന്താണ് പറയേണ്ടത്? തീർച്ചയായിട്ടും നമ്മിൽ പലരും അങ്ങനെ ചിന്തിക്കും. പ്രാർത്ഥന എന്നത് പക്ഷേ വിശ്വാസികളുടെ മാത്രം ഒരു അനുഭവമല്ല. രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. ഒരിക്കൽ ഒരു സ്ത്രീ എന്നെ ഫോണിൽ വിളിച്ചു. അവർ കത്തോലിക്ക വിശ്വാസി ആയിരുന്നില്ല. അവരുടെ ഭർത്താവ് കത്തോലിക്ക സഭയിലായിരുന്നു, പക്ഷേ സഭയിൽ നിന്നും പുറത്തുപോയ ഒരാളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ സ്ത്രീ എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിന് മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്. തീർച്ചയായിട്ടും ഒരു മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മറ്റൊരു സ്ത്രീ വിളിച്ചു. അവരുടെ പിതാവിന് പ്രായമായി, മരിക്കുവാനായിട്ട് പേടിയാണ്. ഈ മകള് അയാളോട് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ഒന്ന് ഞങ്ങളുടെ അടുത്ത് വരണം. തീർച്ചയായിട്ടും ഞാൻ ആ കുടുംബത്തെ സന്ദർശിച്ചു, ആ വ്യക്തിയോട് സംസാരിച്ചു. പ്രാർത്ഥനയും കുമ്പസാരവും രോഗിലേപനവും പരിശുദ്ധ കുർബാന നൽകലും കഴിഞ്ഞ് ഞാൻ തിരികെ പോരുമ്പോൾ ആ മകള് എന്നോട് സംസാരിച്ചു. എനിക്ക് കത്തോലിക്ക സഭയുമായിട്ട് ഒരു പ്രശ്നമുണ്ട്. ഞാൻ സഭയിൽ നിന്നും പുറത്തുപോയ ഒരാളാണ്. പക്ഷേ എൻ്റെ പിതാവിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരുന്നു. പിതാവിന് വേണ്ടി സമയമെടുത്തതിന് ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നത് ആത്മീയ മേഖലയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന പലർക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല സംഭവങ്ങളും വിവരിക്കുവാൻ സാധിക്കും, പൊടിപ്പും തൊങ്കലുമൊന്നുമില്ലാതെ. അത് പറയുന്നൊരു കാര്യമുണ്ട്. പ്രാർത്ഥന മനുഷ്യരെ സഹായിക്കുന്നുണ്ട്, അത് അവിശ്വാസിയാണെങ്കിലും കൂടി. സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നു യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. മിക്കവാറും നമ്മൾ ചോദിക്കും, എന്തിനാണ് യേശു ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിച്ചത്? അവൻ തീർച്ചയായിട്ടും കൂട്ടായ്മയിൽ മനുഷ്യരോടൊപ്പമായിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോരായിരുന്നു. എന്തിനാണ് അവൻ അവരുടെ ഇടയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? ശരിയാണ്, യേശു മനുഷ്യരോട് ഒപ്പം ആയിരുന്ന ഒരാളായിരുന്നു. ഈ കൂട്ടായ്മയെ അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. കൂട്ടായ്മയിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്കിലും യേശുവിന് ഈ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, ഏകാന്തതയിലുള്ള പ്രാർത്ഥന പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം അവിടെയാണ് അവൻ തൻ്റെ പിതാവിനോട് സംസാരിച്ചിരുന്നത്. അതായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ ശക്തി. ഈ ശക്തിയിൽ നിന്നാണ് യേശുവിന് ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്നത്. ഈ ശക്തിയിൽ നിന്നാണ് കുരിശെടുക്കുവാനായിട്ട് യേശുവിന് സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് യേശുവിന് ഈ പ്രാർത്ഥനാ അനുഭവത്തിലൂടെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കൂടി ഉണ്ടാകുന്നുണ്ട്. പ്രശസ്തിക്കും പേരിനുമൊക്കെ പുറകെ പോകാതെ, അവയ്ക്ക് പ്രാധാന്യം നൽകാതെ പോയ യേശുവിൻ്റെ ജീവിത രീതി. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യരോട് ക്ഷമയുള്ളവരാകുവാനായിട്ട് പറയുന്നത്. പത്രോസ് വളരെ കൃത്യമായിട്ട് യേശുവിന് മറുപടി നൽകുന്നുണ്ട്. യേശു ക്രിസ്തുവാണെന്ന്, ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്ന് അവൻ പറയുന്നുണ്ട്. എങ്കിലും യേശു പറയുന്നു, ഈ സത്യം പുറത്ത് പറയുവാനായിട്ട് ഇനിയും സമയമായിട്ടില്ല. കാരണം അതിനു മുമ്പ് പല കാര്യങ്ങളും യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. സഹനവും കുരിശുമരണവുമൊക്കെ ഇവരിൽ നിന്നും ഒത്തിരി ക്ഷമയും വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും ആവശ്യപ്പെടുന്നുണ്ട്. ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ശേഷം വിശ്വാസത്തിൽ നിൽക്കുന്നെങ്കിൽ മാത്രമേ അവർക്ക് യേശുവിനെ ക്രിസ്തുവായിട്ട് രക്ഷകനായിട്ട് പ്രഖ്യാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ക്ഷമയും പ്രാർത്ഥനാ അനുഭവവും ആവശ്യമാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് അവർ യേശുവിനെ പ്രഘോഷിക്കുന്നത്. നമ്മളും ജീവിതത്തിൽ ഒത്തിരി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ദൈവമുണ്ടോ? സഭ എന്തിനാണ്? എന്തുകൊണ്ടാണ് ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഒരു കർദിനാൾ, ഒരു മാർപ്പാപ്പ
അല്ലെങ്കിൽ ഒരു പുരോഹിതൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമൊക്കെ ശരിയാണോ? അതൊക്കെ സത്യമാണോ? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ മനുഷ്യരെ പോലെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്? എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക്? ഏത് പ്രാർത്ഥനാനുഭവമാണ് നമ്മൾക്ക് കൂടുതൽ ചൈതന്യം നൽകുന്നത്, കരുത്ത് നൽകുന്നത്? ഈ രണ്ട് പ്രാർത്ഥനാ രീതികളും പ്രാധാന്യമുള്ളത് തന്നെയാണ്. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ വിശ്വാസത്തിൽ ദൃഢപ്പെടുകയാണ്, ഒരുമിച്ച് ദൈവത്തെ അന്വേഷിക്കുക. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ മറ്റൊരു രീതിയിൽ പരിപോഷിപ്പിക്കുക. ഏത് പ്രാർത്ഥനാനുഭവമാണ് നമ്മൾക്ക് കൂടുതൽ കരുത്താകുന്നത്? നമുക്ക് എല്ലാ വഴികളിലൂടെയും ഈ ദൈവ അനുഭവത്തെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്താം, ദൃഢമാക്കാം. അങ്ങനെ നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ സൗഖ്യമാക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്ന ഈ ദൈവത്തിൽ നമുക്ക് കരുത്ത് കണ്ടെത്താം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.